Good morning. Today, let us start with a new topic, instruction set architecture. So, what is instruction set architecture? So, when we design a new system, in order to control that system or in order to program that system, we require certain commands or instructions. Okay, so all these commands and instructions are given in this instruction set architecture. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ അപ്പോൾ അതിനകത്ത് ആ സിസ്റ്റത്തിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വേണം, കുറേ പ്രോഗ്രാംസ് വേണം, അല്ലെങ്കിൽ കുറേ കമാൻഡ്സ് വേണം. അതെല്ലാം കൂടെ വെച്ചിട്ടേ നമുക്ക് ആ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റത്തിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാം, എന്തൊക്കെ കമാൻഡ്സ് ഉപയോഗിക്കാം, ഓക്കെ, പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ സെൻറ്റൻസിൽ പറയുന്നത്. ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സ്പെസിഫൈസ് ദ പ്രിമിറ്റീവ് കമാൻഡ്സ് ഓർ ദ മെഷീൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് എ പ്രോഗ്രാമർ ക്യാൻ യൂസ് ഇൻ പ്രോഗ്രാമിംഗ് ദ മെഷീൻ. ഓക്കെ, പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ മെഷീനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സും ഇൻസ്ട്രക്ഷൻസും, അതാണ് ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. The complexity of an instruction set is attributed to the following. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ഫാക്ടേഴ്സ് അനുസരിച്ചിട്ടാണ് അത് കോംപ്ലക്സിറ്റി കൂടുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്, ഡാറ്റ ഫോർമാറ്റ്, അഡ്രസ്സിംഗ് മോഡ്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഓപ്പ് കോഡ് സ്പെസിഫിക്കേഷൻ, ഫ്ലോ കൺട്രോൾ മെക്കാനിസം യൂസ്ഡ്. ഈ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ അളക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി കൂടുന്നത്. അല്ലെങ്കിൽ ദ കോംപ്ലക്സിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ദീസ് ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്, ദ ടൈപ്പ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ, ടൈപ്പ് ഓഫ് ദ ഡാറ്റ, ഏത് അഡ്രസ്സിംഗ് മോഡ്, ഏത് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഓപ്പ് കോഡ്സാണ് നമ്മളിതിൽ പ്രോഗ്രാമിങ്ങിൽ സ്പെസിഫൈ ചെയ്യുന്നത്, പിന്നെ ഫ്ലോ കൺട്രോൾ, ഡാറ്റ എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ അളക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിൻ്റെ ഡെഫിനിഷനാണിത്, അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് മെഷീൻ്റെ അല്ലെങ്കിൽ രണ്ട് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചറാണ്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ, സിസ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇൻ ഓൾഡർ ഡേയ്സ് ദ ഹാർഡ്വെയർ വാസ് മച്ച് കോംപ്ലക്സ് ദാൻ ടുഡേയ്സ് ന്യൂ ജനറേഷൻ സിസ്റ്റംസ്. അപ്പോൾ ആ സമയത്ത് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഹാർഡ്വെയർ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ വി റിക്വയർ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് കോഡ്സ് ഓർ പ്രോഗ്രാമിംഗ് ഓർ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ് ഈ പറഞ്ഞ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇതിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയറിന് എന്ത് ചെയ്തു, അത്രയും ഹൈലി കോംപ്ലിക്കേറ്റഡ് ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും ഇൻസ്ട്രക്ഷൻസ് അവിടെ വേണ്ടി വന്നു. ഓക്കെ, പിന്നീട് നമ്മൾ ന്യൂവർ ജനറേഷൻ സിസ്റ്റംസ് വന്നപ്പോഴത്തേക്കും ദ ഹാർഡ്വെയറിൻ്റെ കോംപ്ലക്സിറ്റി ഹാസ് ബീൻ റെഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ എല്ലാ സിസ്റ്റവും നമുക്ക് എന്താണ് ഒരു ചിപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഹാർഡ്വെയറിൻ്റെ കോംപ്ലക്സിറ്റി കുറഞ്ഞപ്പോഴത്തേക്കും വി റിക്വയർ ഓൺലി ലെസ് ഇൻസ്ട്രക്ഷൻ. അതാണ് നമ്മൾ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് സിസ്ക്, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ? എ കമ്പ്യൂട്ടർ വിത്ത് ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഈസ് കോൾഡ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഈ സിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിസ്ക് ഈ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് അവിടെ യൂസ് ചെയ്തിരുന്നു? എന്തുകൊണ്ടാണ് അവിടെ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിരുന്നു? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹാർഡ്വെയർ എന്ന് പറയുന്നത് ആ സമയത്ത് ഹൈലി കോംപ്ലക്സ് ആയിരുന്നു, അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയറിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ വി റിക്വയർ ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതുകൊണ്ടാണ് സിസ്ക് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, in newer generation computer the complexity has been reduced, the complexity of the hardware has been reduced, so in that case we require only a few instructions. Such instructions is known as reduced instruction set computer, the computer that uses few instructions. ഈ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്
അത്ര സൊഫസ്റ്റിക്കേറ്റഡ് ഹാർഡ്വെയർ അത്ര സൊഫസ്റ്റിക്കേറ്റഡ് അല്ല, അത് സിമ്പിളായിട്ടുള്ള ഹാർഡ്വെയർ ആണ്. ഓക്കെ, ദാറ്റ് യൂസസ് കമ്പ്യൂട്ടർ ദാറ്റ് യൂസസ് ഫ്യൂ ഇൻസ്ട്രക്ഷൻസ് വിത്ത് സിമ്പിൾ കൺസ്ട്രക്ട്സ് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇപ്പോൾ മിനിമം ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി എക്സിക്യൂട്ടഡ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. ഇപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമുക്കെന്താണ്, അത് ഫാസ്റ്ററായിട്ട് എക്സിക്യൂട്ടും ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് സിസ്കും റിസ്ക് തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫറൻസ് ഇനി നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. ഓക്കെ, സോ സിസ്ക് ആൻഡ് റിസ്ക്, ദ കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്ക് ആൻഡ് റിസ്ക്, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. സിസ്കും റിസ്ക്കും ഈ ടേബിൾ വെച്ച് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അത് ലെജിബിൾ ആയിരിക്കും, നമുക്ക് മാർക്ക് കിട്ടാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പോൾ സിസ്കിനകത്ത് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് കണ്ടെയ്ൻ ലാർജ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, വിത്ത് വേരിയബിൾ ഫോർമാറ്റ്. ഓക്കെ, പല ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ് ടു 64 ബിറ്റ് പെർ ഇൻസ്ട്രക്ഷനാണ്. 16 to 64 ബിറ്റാണ് ഓരോ ഇൻസ്ട്രക്ഷനും നമ്മൾ കൊടുത്തിരുന്നത്. ഓക്കെ, ക്ലിയർ. സിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, സ്മോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ വിത്ത് ഫിക്സഡ് 32 ബിറ്റ് ഫോർമാറ്റ്, എല്ലാത്തിനും 32 ബിറ്റ് ഫോർമാറ്റ് ആയിരുന്നു. ഓക്കെ, ഇതെല്ലാം രജിസ്റ്റർ ബേസ്ഡ് ആണ്, എല്ലാം നമ്മൾ രജിസ്റ്റർ വഴിയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എടുത്തിരുന്നത്. ഓക്കെ, മോസ്റ്റ്ലി രജിസ്റ്റർ ബേസ്ഡ്. സെക്കൻഡ് ഡിഫറൻസ് is having around 12 to 24 addressing mode. Okay, ഇത്രയും 24 addressing modes വരെ ഉണ്ടായിരുന്നു. Here we are having only maximum 3 to 5 addressing modes. Clear? അപ്പോൾ ഇവിടെ രജിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ് ഉണ്ടോ. ഇവിടെ ഹിയർ വി യൂസ്ഡ് ഓൺലി 8 to 24 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ക്ലിയർ. ഇപ്പോൾ ഇവിടെ റിസ്കിൽ രജിസ്റ്റേഴ്സിൻ്റെ യൂസേജ് കൂടുതലാണ്. ലാർജ് നമ്പർ ഓഫ് general purpose registers are used around 32 to 195. Okay, around 200-നകത്തുള്ള രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തത്. This have a unified cache for holding both instruction and data. This is the very important point. നമുക്ക് ഒരു സിംഗിൾ ക്യാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്ട്രക്ഷൻ ആ സിംഗിൾ ക്യാഷിനകത്ത് ബോത്ത് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ വാസ് റിസൈഡിങ്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് റിസ്ക് we use separate cache for instruction and data. ക്ലിയർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അതായത് ഇൻസ്ട്രക്ഷനും ഡാറ്റയ്ക്കും വേണ്ടിയിട്ട് we used only a single cache. Here we used a separate cache for data as well as instruction. Okay, the CPI is between 2 and 50. CPI ഇത്രയായിരുന്നു റേഞ്ച്. ഓക്കെ, റിസ്ക് ആകുമ്പോഴത്തേക്ക് CPI കുറയും. CPI കുറയുമ്പോഴത്തേക്ക് എന്താണ്, സ്പീഡ് കൂടും അല്ലേ. അപ്പോൾ CPI വാസ് ലെസ് ദാൻ 1.5. ക്ലിയർ. ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഈസ് ദ CPU control is micro coded. Okay, CPU control is earlier micro coded using control ROM, but modern CISC is also hardware control. അപ്പോൾ പഴയ കാലത്ത് സിസ്ക് എന്ന് പറയുന്നത് മൈക്രോ കോഡഡ് ആയിരുന്നു. മൈക്രോ കോഡഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രോഗ്രാംസ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്തിരുന്നത്. ഓക്കെ, പ്രോഗ്രാംസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് മൈക്രോ കോഡഡ് അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാംഡ്. പക്ഷേ പുതിയ സിസ്റ്റംസ് എല്ലാം ഹാർഡ്വെയർഡ് കൺട്രോളാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഹാർഡ്വെയർഡ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പം സിസ്കിൻ്റെ earlier version it was micro coded means the control unit is actually created using programs. Okay, using programs. Later it has been switched to hardware model. Later it was created using hardware control. Clear? അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫുള്ളി ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കാണ്. അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയർഡ് ആയിരുന്നു, ഹാർഡ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്തതായിരുന്നു, പ്രോഗ്രാംഡ് കൺട്രോൾ അല്ല. ഓക്കെ, പ്രോഗ്രാം വെച്ച് ക്രിയേറ്റ് ചെയ്തതല്ല, ഹാർഡ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്. ഓക്കെ,
ഇത് എഴുതുമ്പോൾ തെറ്റിപ്പോയത് ഹാർഡ്വെയർ എന്ന് എഴുതരുത്, ഹാർഡ് വയേർഡ്. അതായത് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി അത് ഡെവലപ്പ് ചെയ്തെടുത്താണ്, ഹാർഡ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്തെടുത്താണ്. അതാണ് ഹാർഡ് വയേർഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ക്ലോക്ക് റേറ്റ് ഈസ് ബിറ്റ്വീൻ 33 to 50 MHz ഇൻ സിസ്ക്. ഓക്കെ. അതിൻ്റെ ഫ്രീക്വൻസി, ക്ലോക്ക് റേറ്റ് ഫ്രീക്വൻസി എത്രയായിരുന്നു? മെഗാ ഹെർട്സ് ആയിരുന്നു. ഇത് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, 50 to 150 MHz ആയിട്ടുണ്ട്. ഓക്കെ. സോ ദീസ് ആർ ദ കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്ക് ആൻഡ് റിസ്ക്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുക, നമ്മുടെ 8086, 80386 ഒക്കെയാണ് സിസ്ക് ആർക്കിടെക്ചറിൽ വരുന്ന മെഷീൻസ്. ഇത് റിസ്കിൽ വരുന്നത് നമ്മുടെ സ്പാർക്ക് ആം, സൺ സ്പാർക്ക്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചായിരുന്നു. ഓക്കെ. സ്പാർക്ക് സിസ്റ്റംസ്, പിന്നെ ആം, ഇതെല്ലാം നമ്മുടെ റിസ്ക് ആർക്കിടെക്ചറിൽ വരുന്നതാണ്. ഓക്കെ. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ്. ഓക്കെ. ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഇത് രണ്ടെണ്ണമാണ്. അതായത് സിസ്കിൽ വി ആർ ഹാവിങ് എ സിംഗിൾ ക്യാഷ് ഫോർ സ്റ്റോറിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ. ഇൻ റിസ്ക് വി ആർ ഹാവിങ് സെപ്പറേറ്റ് ക്യാഷ് ഫോർ സ്റ്റോറിങ് ഇൻസ്ട്രക്ഷൻ ആസ് വെൽ as data. Okay. Here the control unit was micro programmed or micro coded. മൈക്രോ പ്രോഗ്രാംസ് വെച്ച് ക്രിയേറ്റ് ചെയ്തതായിരുന്നു അന്നത്തെ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ. പക്ഷേ പിന്നീട് ദേ ഹാസ് ബീൻ സ്വിച്ച് ടു ഹാർഡ്വെയർഡ്. പിന്നെ അത് ഹാർഡ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാക്കി മാറ്റി. ഓക്കെ. റിസ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എ ഹാർഡ്വെയർ കൺട്രോൾ ലോജിക് ആയിരുന്നു. ക്ലിയർ? ഇത് അതിൻ്റെ ബേസിക് പോയിൻറ്റ്സുകളാണ്, മനസ്സിലാക്കുക. ഇത് മറക്കരുത്. ഇത് ടെക്സ്റ്റിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് സ്കാറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഞാനത് അക്കുമുലേറ്റ് ചെയ്ത് ടേബിൾ ഫോർമാറ്റിലാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക, ഇത് വെച്ചിട്ട് അത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ. നൗ ലെറ്റ് us see the architecture of the CISC and the RISC. ഓക്കെ. ഇതാണ് അതിൻ്റെ ആർക്കിടെക്ചർ. ദിസ് ഈസ് ദ ആർക്കിടെക്ചർ ഫോർ CISC and this is for the RISC. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് മെയിൻ മെമ്മറി ഉണ്ട്. സിസ്കിൽ വ്യത്യാസം നോക്കുക. മെയിൻ മെമ്മറി, ഇപ്പോൾ മെയിൻ മെമ്മറിക്കകത്ത് വി ആർ ഹാവിങ് ദ ഇൻസ്ട്രക്ഷൻ ആസ് വെൽ as ഡാറ്റ. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ആസ് വെൽ as ഡാറ്റ ഈസ് ആക്ച്വലി ഹാൻഡിൽഡ് ബൈ എ സിംഗിൾ ക്യാഷ്. അവിടെ ഒരു സിംഗിൾ ക്യാഷ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് മെയിൻ മെമ്മറിയിൽ ഇൻസ്ട്രക്ഷൻ ഡാറ്റ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഡാറ്റ ക്യാഷിനകത്ത് എന്തുണ്ടാവും? ഡാറ്റ എല്ലാം ഡാറ്റ ക്യാഷിനകത്ത് പോവും. ഇൻസ്ട്രക്ഷൻസ് വിൽ ബി ഇൻ ദ ഇൻസ്ട്രക്ഷൻ ക്യാഷ്. അതാണ് നമ്മൾ പറയുന്നത്. സിസ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ സിംഗിൾ ക്യാഷ് ഫോർ സ്റ്റോറിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ, ബട്ട് ഇൻ ദ റിസ്ക് ഇറ്റ് ഈസ് ഹാവിങ് സെപ്പറേറ്റ് ക്യാഷ് ഫോർ സ്റ്റോറിങ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതാണ് നമ്മൾ നേരത്തെ ഡിഫറൻസിൽ പഠിച്ചത്. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഇത് ഇവിടെ നമുക്ക് ഡാറ്റ എടുത്ത് നമുക്കിത് കൺട്രോൾ യൂണിറ്റ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ പാത്ത് രണ്ടിനുമുള്ള ഒറ്റ ഡാറ്റ പാത്താണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ കൺട്രോൾ യൂണിറ്റിലോട്ട് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ദിസ് കൺട്രോൾ യൂണിറ്റ് ഈസ് മൈക്രോ പ്രോഗ്രാംഡ് ആണ്. ഓക്കെ. മൈക്രോ കോഡഡ് ആണ്. ഓക്കെ. സോഫ്റ്റ്വെയർ വെച്ച് കൺട്രോൾ ചെയ്തേക്കുന്ന കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ. അപ്പോൾ അതിന് നമുക്കൊരു കൺട്രോൾ മെമ്മറി വേണം. എന്തിനാണ് ആ കൺട്രോൾ മെമ്മറി? നമുക്ക് ഈ സോഫ്റ്റ്വെയറിനകത്തുള്ള ഈ പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യാനൊരു ലൊക്കേഷൻ വേണ്ട, ഒരു സ്റ്റോറേജ് ഏരിയ വേണം. അപ്പോൾ അതാണ് ഈ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺട്രോൾ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ക്ലിയർ? അപ്പോൾ ഇതാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് ഈസ് ആക്ച്വലി നോട്ട് ഹാർഡ്വെയർ, ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ കൺട്രോൾഡ് കൺട്രോൾ യൂണിറ്റ്. ക്ലിയർ? ഇവിടെ കണ്ടോ, ഇവിടെ ഇറ്റ് ഈസ് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ. കൺട്രോൾ യൂണിറ്റ് ഹാർഡ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽസ് എല്ലാം ഇത് തന്നെ ജനറേറ്റ് ചെയ്തോളും. ഓക്കെ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് സിസ്കിൽ മുമ്പുണ്ടായിരുന്ന ആർക്കിടെക്ചർ. ഓക്കെ. പിന്നീട് സിസ്ക് ഈ മൈക്രോ പ്രോഗ്രാംഡ് മാറ്റിയിട്ട് ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നീട് ലേറ്റർ വേർഷനിൽ. അത് നമ്മളതിൽ കാണിക്കുന്നില്ല. ഓക്കെ. ഇത് പഴയ ആദ്യത്തെ വേർഷനാണ്, സിസ്കിൻ്റെ ആദ്യത്തെ വേർഷനാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ട് ആർക്കിടെക്ചർ. അപ്പോൾ സിസ്ക് ആർക്കിടെക്ചർ വിത്ത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ആൻഡ് യൂണിഫൈഡ് ക്യാഷ്, അല്ലേ? മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ആൻഡ് യൂണിഫൈഡ് ക്യാഷ്. ദ റിസ്ക് ആർക്കിടെക്ചർ വിത്ത് ഹാർഡ്വെയർ കൺട്രോൾ ആൻഡ് സ്പ്ലിറ്റ് ഇൻസ്ട്രക്ഷൻ ക്യാഷ് ആൻഡ് ഡാറ്റ ക്യാഷ്. ഓക്കെ. ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റും ഇൻസ്ട്രക്ഷൻ ക്യാഷും ഡാറ്റ ക്യാഷും ഉള്ള ആർക്കിടെക്ചറാണത്.
ക്ലിയർ? ഇപ്പോൾ മനസ്സിലായല്ലോ സിസ്കും റിസ്ക്കും ആർക്കിടെക്ചറും തമ്മിലുള്ള വ്യത്യാസം. മെയിൻ പോയിൻ്റ് അത് തന്നെയാണ്. ക്യാഷ് യൂണിഫൈഡ് ക്യാഷാണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോ പ്രോഗ്രാംഡ് ആണ്. ഇത് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റാണ്. ഹാർഡ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ. അപ്പം മൈക്രോ പ്രോഗ്രാംഡ് അല്ലെങ്കിൽ മൈക്രോ കോഡഡ് കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ കൺട്രോൾ യൂണിറ്റുകളും അതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റിക്വയർ എ സെപ്പറേറ്റ് കൺട്രോൾ മെമ്മറി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ പ്രോഗ്രാംസ് എടുത്ത് നമ്മൾ അത് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ. കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ സിസ്കും റിസ്കും ആർക്കിടെക്ചർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. ഇനി ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ടാണ് പറയുന്നത്. കൺവെൻഷണൽ സിസ്ക് ആർക്കിടെക്ചർ യൂസസ് എ യൂണിഫൈഡ് ക്യാഷ് ആണല്ലോ. സിംഗിൾ ക്യാഷേ ഉണ്ടാകത്തുള്ളൂ ഫോർ ഹോൾഡിംഗ് ബോത്ത് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ. Therefore, they must share the same data instruction path. അപ്പോൾ രണ്ടുപേർക്കും കൂടെ ഒരേ ഡാറ്റ ഇൻസ്ട്രക്ഷൻ പാത്ത് സിംഗിൾ ഇൻസ്ട്രക്ഷൻ പാത്തായിരുന്നു അല്ലേ? ഡാറ്റ ഇൻസ്ട്രക്ഷൻസും കൂടെ ഒരു പാത്ത് കൂടെ എടുത്തിട്ടാണ് അത് കൺട്രോൾ യൂണിറ്റിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്നത്. ഓക്കെ. അതാണ് നമ്മൾ കണ്ട ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ പാത്ത് ഒരേ പാത്താണ്. ഓക്കെ. മറ്റേതാകുമ്പോൾ അങ്ങനെയല്ല. ഡാറ്റയ്ക്ക് സെപ്പറേറ്റ് ഉണ്ട്, ഇൻസ്ട്രക്ഷന് സെപ്പറേറ്റ് ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് കൺട്രോൾ യൂണിറ്റിലേക്ക് എത്തുന്നത്. ഓക്കെ. The use of the CISC processor uses separate data and instruction cache were used. Okay. CISC-ന് സെപ്പറേറ്റ് ഡാറ്റയും ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഉണ്ട്. The use of micro-programmed control was found in the traditional CISC. CISC-നകത്ത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ. ആൻഡ് ഹാർഡ്വെയർ കൺട്രോൾ ഇൻ ദ മോസ്റ്റ് റിസ്കിൽ എന്തായിരുന്നു? ഹാർഡ്വെയർ കൺട്രോൾ ആയിരുന്നു. ഓക്കെ. നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളാണ്. Thus, control memory ROM was needed in the earlier CISC processor. However, modern CISC also uses hardware control. Okay. എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺട്രോൾ മെമ്മറി വേണ്ടി വന്നു അല്ലേ? കൺട്രോൾ മെമ്മറി വേണ്ടി വന്നു. അതാണ് ഈ പറയുന്നത്. എന്തിനാണ് ഈ കൺട്രോൾ മെമ്മറി? ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യണമല്ലോ. ആ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ കൺട്രോൾ മെമ്മറിയാണ്. അത് നമ്മൾ ROM എന്ന് പറയും. ഓക്കെ. The RISC does not require a control memory. അവിടെ റിസ്കിന് കൺട്രോൾ മെമ്മറിയുടെ ആവശ്യമില്ല. ഓക്കെ. ആസ് ഹിയർ ഈസ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റഡ് ബൈ ദ ഹാർഡ്വെയർ. ആ കൺട്രോൾ സിഗ്നൽസ് ആ ഹാർഡ്വെയർ തന്നെ ജനറേറ്റ് ചെയ്തോളും. ഈ പറഞ്ഞ ഹാർഡ്വെയറിനകത്ത് തന്നെ ആ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തോളും. അതിന് സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയ ഒന്നും വേണ്ട. ഓക്കെ. ക്ലിയർ? The micro program the control unit requires the control memory as the micro programs which are responsible for generating the control signals stored in the control memory. ഓക്കെ. അതായത് നമ്മുടെ റിസ്കിൽ കൺട്രോൾ മെമ്മറി വേണ്ടി വരും അല്ലേ? ഈ പറഞ്ഞ പോലെ കൺട്രോൾ മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ. മൈക്രോ പ്രോഗ്രാംസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് ദ കൺട്രോൾ സിഗ്നൽസ് ആൻഡ് ആർ സ്റ്റോർഡ് ഇൻ ദ കൺട്രോൾ മെമ്മറി. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽസ് എല്ലാം ഈ പറഞ്ഞ പോലെ ഈ കൺട്രോൾ മെമ്മറിക്കകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതാണ് ഇതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നുമില്ല, ജസ്റ്റ് വളരെ എളുപ്പമാണ്. ഇതിൽ സിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും യൂണിഫൈഡ് ക്യാഷാണ്, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ മെമ്മറിയാണ്. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ മെമ്മറി ആയതുകൊണ്ട് ഈ പ്രോഗ്രാംസ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ എന്താണ്? മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ മീൻസ് ദ കൺട്രോൾ യൂണിറ്റ് ഈസ് ആക്ച്വലി സോഫ്റ്റ്വെയർ കൺട്രോൾഡ്, നോട്ട് ഹാർഡ്വെയർ. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണത് അതിനെ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം ഈ പറഞ്ഞ കൺട്രോൾ മെമ്മറി, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ മെമ്മറിക്കകത്താണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ROM അല്ലെങ്കിൽ കൺട്രോൾ മെമ്മറിയുടെ ആവശ്യം അവിടെ ഉണ്ടായി. പക്ഷേ സിസ്കിൽ അതൊരു ഹാർഡ്വെയർ കൺട്രോൾ ആയതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൺട്രോൾ സിഗ്നൽസ് എല്ലാം ഇത് തന്നെ ജനറേറ്റ് ചെയ്തോളും. It does not require any separate control memory. At the same time, it is also having separate cache for data as well as instruction. Clear? ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിംഗ് പോയിന്റ്. ഓക്കെ.